ഗോപു, ഉം. ഇന്ന് ഞാനിങ്ങനെ മോളുടെ ടേബിൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കണ്ട ബുക്കാട്ടോ ഇത്. അവള് പോം എഴുതുന്ന ഒരു ബുക്കാട്ടോ. അപ്പം ഒരു മിറർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കില് എഴുതിയ ഒരു പോമാ. അപ്പൊ ഞാൻ ഓർത്തു ശരിക്കും നമ്മളില്ലേ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണെന്ന്. ഞാൻ ആ പോം ഒന്ന് വായിക്കും. വായിക്കട്ടെ. മിറർ എന്നാണ് അവള് ടോപ്പിക് എഴുതിയിരിക്കുന്നത് കേട്ടോ. എവറി ടൈം ഐ ലുക്ഡ് ഇൻ ടു ദ മിറർ, ഐ ഡidn't see me. I saw my parents behind me saying, "You have to be an engineer." So I smiled. I agreed. But inside, my own voice went silent. The mirror showered their dream, not my reflection. Until one night I whispered, "I want to touch the stars." And in that moment, the mirror smiled back. For the first time, I saw me. Not who I was told to be, but who I was meant to be. എനിക്കറിയില്ല, ഈ പോം വായിച്ചപ്പം എനിക്ക് ഭയങ്കര കുറേ തോട്ട്സ് ആണ് കേട്ടോ പെട്ടെന്ന് 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 വന്നത്. കുറേ നല്ല മക്കള്, നന്നായി പഠിക്കുന്ന കുട്ടികള്, ആരുടെയൊക്കെയോ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവര് കിടന്ന് കഷ്ടപ്പെടുന്നു. ദാറ്റ് ഇസ് നോട്ട് ദെയർ ഡ്രീം. അത് അവർക്ക് ചെയ്യണ്ട. പക്ഷെ എവിടേക്കോ അവരൊന്ന് ലോസ്റ്റ് ആവുമ്പത്തേക്കിനും ദേ എൻഡ് അപ്പ് ടേക്കിംഗ് സച്ച് ബാഡ് ഡിസിഷൻസ് ഇൻ ദെയർ ലൈഫ്. അല്ലേ? സിമ്പിൾ വേർഡ്സിൽ മോൾ അത് പറഞ്ഞു കേട്ടോ. മിറർ ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. കാരണം നമുക്ക് നമ്മളെ റിഫ്ലക്ഷൻ കാണാൻ ആഗ്രഹിച്ചു പോണ നമ്മള് കാണുന്നത് വേറെ എന്തോ. അതല്ലേ ഇപ്പൊ അതെ. സിംപിളി വേർഡ്സിൽ ഇട്ടാല് ആ കുട്ടി പറഞ്ഞത് അല്ലേ? അത് ആലോചിക്കേണ്ട കാര്യം. കുട്ടികൾക്ക് എന്തൊക്കെ ഡ്രീംസ് ആയിരിക്കും. നമ്മളൊക്കെ എത്ര ആൾക്കാർ അത് അറിയാൻ ശ്രമിക്കണ്ടാവൂലേ? ജസ്റ്റ് ബിക്കോസ് കുട്ടികൾ നന്നായി പഠിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്രയും നന്നായി പഠിക്കുന്ന കുട്ടി ഹി ഓർ ഷീ ഹാസ് ടു ബിക്കം എൻ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഹി ഓർ ഷീ ഹാസ് ടു ബിക്കം എ ഡോക്ടർ, അല്ലെങ്കിൽ IAS, അല്ലെങ്കിൽ IPS. അങ്ങനെ പറയാണ്ട് പിള്ളേരുടെ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെയാണെങ്കിലും അതിൽ ശരിക്കും ഫ്ലറിഷ് ആവും അല്ലേ? സത്യം പറഞ്ഞാൽ ഏത് പ്രൊഫഷൻ എന്നുള്ളത് ആക്ച്വലി അത്ര ഇമ്പോർട്ടന്റ് അല്ല അല്ലല്ലോ. എന്ത് ജോലി ചെയ്താലും അതിന്റെ ബെസ്റ്റ് നമ്മൾ ആവാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അതിന് വേണ്ടത് എന്താ? പാഷൻ. ആൻഡ് പാഷൻ എവിടുന്ന് വരണം? നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം അല്ലേ? കുട്ടികൾക്ക് സിമ്പിൾ ഇതിലിട്ട് കഴിഞ്ഞാൽ അധികം ഒന്നും നമ്മൾക്ക് എന്തു പറയാ, അത് വേണോ ഇത് വേണോ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താ വേണ്ടേന്ന് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി വേണമെങ്കിൽ. അതെ. ചിലപ്പോ അവരില്ലേ ചില സ്റ്റേജിൽ വന്ന് എനിക്ക് തോന്നുന്നു അവര് സ്റ്റക്കാവും. ലൈക്ക് ഒരു 2-3 കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എങ്ങോട്ട് പോണം എന്നറിയത്തില്ല എന്നുള്ളവിടത്ത് മാത്രമാണ് എനിക്ക് തോന്നുന്നത് പേരൻസിന്റെ ഒരു ഹെൽപ്പ്. അവിടെ ലൈക്ക് ഓക്കെ, 3 സാധനങ്ങൾ നിനക്ക് ഇഷ്ടമാണെങ്കിൽ എന്ത് പ്ലാൻ എ ആക്കാം, എന്ത് പ്ലാൻ ബി ആക്കാം. പ്ലാൻ എ വർക്കായില്ലെങ്കിൽ പ്ലാൻ ബി എടുക്കാം, അല്ലെങ്കിൽ പ്ലാൻ ബിയും വർക്കായില്ലെങ്കിൽ പ്ലാൻ സി. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഹെൽപ്പിന് മാത്രം എനിക്ക് തോന്നുന്നു പേരൻസ് നമുക്ക് ശരിക്കും നമ്മുടെ മക്കളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരുടെ മുകളിൽ കുറെ അധികാരവും അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന വഴിയിൽ കൂടെ തന്നെ നടക്കാവുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റ് തന്നെയാ അല്ലെ? ആണ്. പണ്ടൊരു ഇതില്ലായിരുന്നോ? ഇപ്പൊ ഡോക്ടറാണ് പാരന്റ്സ്, ഇപ്പൊ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഡോക്ടർ ആണെങ്കിൽ പിന്നെ നേരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, മോൾക്ക് ഡോക്ടർ ആവാനല്ലേ ഇഷ്ടം? അല്ലെങ്കിൽ മോന് ഡോക്ടർ ആവാനല്ലേ ഇഷ്ടം? അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാനല്ലേ ഇഷ്ടം? പാരന്റ്സ് എന്താണോ, ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ ടീച്ചർ ആവാനല്ലേ ഇഷ്ടം? അങ്ങനെ അല്ലാതെ നിങ്ങൾക്കായിട്ട് വല്ല ആഗ്രഹം ഉണ്ടോന്ന് അങ്ങനെ അങ്ങോട്ട് ചോദിക്കാറില്ല അല്ലെ? പക്ഷെ ഇപ്പൊ ഞാൻ അതിൽ ഒരു ചേഞ്ച് കണ്ടു തുടങ്ങുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേക്ക് കുറെ പേരൻസും പിള്ളേരുടെ ഇഷ്ടത്തിന് അവർക്ക് എന്താണോ ചെയ്യണ്ടേ അതിൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വിടുന്ന പേരൻസിനെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ആക്ച്വലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത ഗൗരി മാമും ഹസ്ബൻഡും രണ്ടുപേരും ഡോക്ടേഴ്സാ. അതെ. പക്ഷെ മോൻ ഡോക്ടർ അല്ല. അല്ല. പക്ഷെ ഇൻ ഹിസ് പ്രൊഫഷൻ ഹി ഈസ് അറ്റ് ദ ബെസ്റ്റ്. അതായാ മതി. അൾട്ടിമേറ്റ്ലി നമ്മുടെ കുട്ടികൾ ഹാപ്പി ആയിരിക്കണം. അതല്ലേ എല്ലാ പാരന്റിന്റെയും ഡീപ്പ് ഇൻസൈഡ് ആഗ്രഹം, ഹാപ്പി ആയിരിക്കണം. നമ്മളെ വിചാരം പക്ഷെ ഇന്നതായാലായിരിക്കും അവര് ഹാപ്പി ആവുകയെന്നായിരിക്കും അല്ലേ? ബട്ട് നോട്ട് നെസസറി കി മോളിപ്പോ എഴുതിയ പോയട്രി പറഞ്ഞ പോലെ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി കുട്ടികള് അതാണോ അവരെന്ന് തോന്നും. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് വെൻ ദേ ലുക്ക് അറ്റ് ദെംസെൽഫ് അവർക്ക് അതിന് കാണാൻ പറ്റില്ല. അത് ഇപ്പം നമ്മൾ ഗൗരി മാമിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നിനക്കും അറിയുന്ന വേറെ ഒരു ഡോക്ടർ കപ്പിളും ഉണ്ട്. ലൈക്ക് ഒരു ഗൈനക്കോളജിസ്റ്റും കാർഡിയോളജിസ്റ്റുമാണ്. ഹസ്ബൻഡ് കാർഡിയോളജിസ്റ്റും വൈഫ് ഗൈനക്കോളജിസ്റ്റുമാ. പക്ഷേ അവരുടെ മോൻ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണ്ട, എനിക്ക് എഞ്ചിനീയർ ആയാൽ മതിയെന്ന്.
അപ്പം അവര് അതിന് സപ്പോർട്ടാ. അല്ലാതെ ഇപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു മെന്റാലിറ്റി, ആ ഒരു പേരൻസിന്റെ തിങ്കിങ് ചിലവര് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് പിള്ളേര് ഈ ഇടയില് പോയി സ്റ്റക്കായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ മാക്സിമം നോക്കി. പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേ എൻഡ് അപ്പ് കമ്മിറ്റിങ് സൂയിസൈഡ്, റണ്ണിങ് അവേ ഫ്രം ദ ഹൗസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രഗ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങളിലോട്ടൊക്കെ പോവുക. അപ്പൊ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ നമുക്ക് നമ്മളുടെ സപ്പോർട്ട് കൊണ്ട് ഇതൊക്കെ മാറ്റാൻ പറ്റും. പറ്റും. മാത്രമല്ല ഇപ്പൊ നോക്കിക്കോളൂ കോഴ്സ് നോക്കുമ്പം. പണ്ടത്തെ കുറച്ച് ലിമിറ്റഡ് ഓപ്ഷൻസാ നമുക്ക് പഠിക്കുമ്പഴും ഉണ്ടായിരുന്നത് പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പം. ഇപ്പൊ അങ്ങനെയല്ല. നല്ല എക്സ്പാൻഡ് ചെയ്തിട്ടില്ലേ? ഹൊറൈസൺ ഭയങ്കര ഡിഫറന്റ് ഓരോ ആൾക്കാര് പറയുന്ന കേൾക്കുമ്പഴാ എനിക്ക് അറിയുന്നെ, ഓ ഇങ്ങനെയും ഒരു കോമ്പിനേഷൻ കോഴ്സ് എടുക്കാം. അവിടുന്ന് എന്തൊക്കെ ഡൈവേർഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കുട്ടികളെ നമ്മള് ഗൈഡ് ചെയ്യുന്ന കൂട്ടത്തില് നമ്മളും കുറച്ചും കൂടിയൊക്കെ ഒന്ന് വായിക്കും അറിയുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും നന്നായിട്ട് ഇങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്, നോട്ട് നെസസറിലി ഇത്രയേ ഉള്ളൂ അല്ലേ? എന്ന്. അതെ, അതെ. ഇപ്പം ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിക്കൊണ്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിലൊക്കെ കുറച്ച് വെസ്റ്റേൺ ഇൻഫ്ലുവൻസും അവിടുത്തെ ഒരു എഡ്യൂക്കേഷണൽ പാറ്റേൺ ഒക്കെ വരുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് ഗോപു പറഞ്ഞതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ബയോളജി എടുക്കാണ്, പക്ഷെ എനിക്ക് സൈക്കോളജി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ദർ ഈസ് ആൻ ഓപ്ഷൻ ടു ചൂസ് സൈക്കോളജി. അപ്പം അങ്ങനെയും പോവാം. പിന്നെ ഞാൻ കുറച്ച് വർഷം മുമ്പ് കണ്ട ഒരു ഡിഫറെന്റ് കോമ്പിനേഷൻ ആയിരുന്നു. 4 സബ്ജക്ട്സ് ഉണ്ടല്ലോ നമുക്ക് 11th 12th, ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിന്റെ കൂടെ ലീഗൽ സ്റ്റഡീസ് ഒരു കോമ്പിനേഷൻ. അന്ന് കേട്ടപ്പോഴേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിന്റെ കൂടെ യൂഷ്വലി ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് അങ്ങനത്തെ കോമ്പിനേഷനിലേക്കല്ലേ നമ്മൾ പോണത്. അതൊന്ന് ഡിഫറെന്റ് ആയിട്ട് ലീഗൽ സ്റ്റഡീസും. അപ്പൊ എന്ത് പറ്റണമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അത് കഴിയുമ്പം നീറ്റ് ട്രൈ ചെയ്യുക, JEE ട്രൈ ചെയ്യുക, സൈമൾട്ടേനിയസ്ലി ക്ലാറ്റും. അപ്പൊ എന്ന് വെച്ചാൽ അവർക്ക് ഏത് സമയത്താണോ നീ പറഞ്ഞ പോലെ ചേഞ്ച് ഓഫ് തോട്ട് വരണേന്ന് അറിയില്ല. അതെ. ഓപ്ഷൻസ് കുറേ ഉള്ളപ്പം പിള്ളേരെ നമ്മൾ ഒരു ഇതിലോട്ട് നമ്മളുടെ വരച്ച വഴി കൂടെ വിടാതെ അവരെ അവരുടെ വിങ്സ് വെച്ച് അവരെ അങ്ങോട്ട് പറക്കാൻ അങ്ങോട്ട് അനുവദിച്ചാ അവര് ശരിക്കും പറന്ന് പറന്ന് എവിടേക്കോ എത്തും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ആ കുട്ടികൾ മാത്രല്ല, നീ വിചാരിച്ചിട്ടുണ്ടോ ഈ പോയട്രി കേട്ടപ്പം ഞാൻ മനസ്സിലാലോചിക്കായിരുന്നു, നമ്മൾ എപ്പോഴെങ്കിലും ഇത്തിരി ഗ്രോൺ അപ്പ് ആയ ആൾക്കാര് മിററിൽ നോക്കിയിട്ട് ഹാവ് വി എവർ തോട്ട് ബാക്ക് എനിക്ക് എന്താവാനായിരുന്നു ആഗ്രഹം, ഇപ്പൊ ഞാൻ എവിടെ എത്തി നിൽക്കണു, കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ ആക്ച്വലി നമ്മളൊക്കെ ഒന്ന് ഒരു പോയി മിററിന്റെ മുമ്പിൽ ആക്ച്വലി നിന്നിട്ട് ചോദിക്കണം, ലൈക്ക് ഇസ് ദിസ് വാട്ട് വി വാണ്ടഡ് ടു ബി? കാരണം ഇറ്റ്സ് നെവർ ടു ലേറ്റ് അല്ലേ? എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഇപ്പത്തെ കാലവും അങ്ങനെയാണ്, ഓപ്പർച്യൂണിറ്റീസും അങ്ങനെയാണ്, പല പല ഓപ്ഷൻസും ഉണ്ട്. അപ്പം ഇടയ്ക്കൊന്ന് കണ്ണാടിന്റെ മുമ്പിൽ നോക്കിയിട്ട് പണ്ട് എന്തോ ഒരു കുഞ്ഞു ഡ്രീം ഉണ്ടായിട്ടുണ്ടാവില്ലേ എല്ലാവർക്കും. പിന്നെ ചിലവര് എക്സാക്ട്ലി എന്ത് വേണോ അത് അച്ചീവ് ചെയ്തവരും ഉണ്ടാവും. അവർക്കാണെങ്കിൽ കണ്ണാടി നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആവാം. അല്ലാത്തവർക്ക് എന്തെങ്കിലും ചെറിയ വിട്ടുപോയ ഡ്രീംസ് ഉണ്ടെങ്കിൽ ഇപ്പോഴും യു ക്യാൻ ചേസ്. അതെ, അതെ, പിടിക്കാനുള്ള കയ്യെത്തും ദൂരത്തേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലേ? അപ്പൊ നെവർ ഫർഗെറ്റ് ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ്. ഇനി മിററിന്റെ മുമ്പിൽ പോയി നോക്കൂ. അതേപോലെ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്കും ഒന്ന് പതുക്കെ ഇറങ്ങി നോക്കിയിട്ട് മനസ്സിലാക്കാൻ നോക്കുക അവരുടെ ഉള്ളിൽ എന്താണ് ആക്ച്വലി ഉള്ളത് എന്ന്. അതെ. Okay, thanks for watching Echoes of Earth with Then Raghu. go.